ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കിയത് നല്ലൊരു ആലു മടക്ക് ചപ്പാത്തിയാണ് കേട്ടോ. ആലു മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്കൊന്ന് കാണാം. നല്ല ചൊറയുള്ള നല്ല ലെയറുള്ള നല്ല ചപ്പാത്തിയാണ് കേട്ടോ. മടക്ക് ചപ്പാത്തി, കോഴിക്കോട് പറയാം കണ്ണ് വെച്ച പത്തിരി എന്ന് പറയും കോഴിക്കോട്. അതിനാദ്യം തന്നെ ഗോതമ്പ് മാവ് എടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് പുതിന എടുത്ത്, ഒരു നുള്ളു പുതിന എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ട് നന്നായിട്ട് ഗോതമ്പ് മാവിലേക്ക് ഒഴിച്ചെടുത്തു. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അത് അപ്പോൾ ഉടച്ചു കൊടുത്തു. അതിന് ശേഷം ചപ്പാണിത്, മല്ലിച്ചപ്പാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുളക് നന്നായിട്ട് ക്രഷ് ചെയ്തതും അതും കൂടി ഇട്ടിട്ട് വെള്ളത്തിനകത്ത് ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അത് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ പിന്നെ ഒന്നിനും പറ്റില്ല, ചപ്പാത്തി ആകെ നാശമായി പോകും കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് എന്നും കാണാൻ സാധിക്കും, അതിന് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കല്ലേ. അപ്പോൾ ചപ്പാത്തിക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മെല്ലെ കുഴച്ച് കൊടുക്കുക കേട്ടോ. ഇത്തിരി സമയം എടുക്കുന്നുള്ളൂ നമ്മൾ, പക്ഷേ ഈ ചപ്പാത്തിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇതിൻ്റെ അകത്ത് എണ്ണ യൂസ് ചെയ്യരുത്, ബട്ടറും നല്ല ശുദ്ധമായ നെയ്യ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ വളരെ നല്ലതാട്ടോ. എനിക്കിവിടെ നെയ്യ് കൊണ്ടുവരുന്നത് വീട്ടിലത്തെ നെയ്യാണത്. വീട്ടിലെ നെയ്യ് പറഞ്ഞാൽ എൻ്റെ മോള് വരുമ്പോൾ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് അവൾ കൊണ്ടുവരും. അപ്പോൾ ആ നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ശുദ്ധമായ അവരുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണല്ലോ. പിന്നെ ബട്ടർ എന്ന് പറഞ്ഞാൽ നല്ല ഫാറ്റാണ് അതിനകത്തുള്ളത്. എന്നിട്ട് ഞാൻ എടുത്ത് നല്ലോണം കുഴച്ച് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഉണ്ടാവും ഈ മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആകുന്ന വരെ കുഴക്കണം. ബട്ടർ എടുത്ത് കുറച്ച് ബട്ടർ, നെയ്യ്. ബട്ടർ ആരോഗ്യത്തിന് നല്ലതാണ്, സ്കിന്നിനും നല്ലതാണ്, വൈറ്റമിനൊക്കെ ഉള്ളതാണ് ബട്ടറിനകത്ത്. നെയ്യിനകത്തും ഉണ്ട്. പക്ഷേ സൺഫ്ലവറൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഫാറ്റ്, കൊളസ്ട്രോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഗുഡ് കൊളസ്ട്രോളാണ്. ഇതിനെച്ചാൽ കൂടുതൽ ഉപയോഗിക്കാനും പാടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചപ്പാത്തി പല്ലൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കണ്ടോ, ബട്ടർ ഒരു പാത്രത്തിൽ, നെയ്യ് ഒരു പാത്രത്തിൽ. മാവിലാദ്യം ഒന്ന് ചപ്പാത്തിൻ്റെ മാവൊന്ന് പ്രസ് ചെയ്യേണ്ട. ഞാൻ ചപ്പാത്തി പരത്താൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നെ പഠിപ്പിച്ചെന്നാണ്. വീട്ടിലെനിക്ക് ചപ്പാത്തിയും പത്തിരിയൊക്കെ പാവാണ്, എൻ്റെ ഹസ്ബൻഡാണ് ചെയ്തു തരല് കേട്ടോ. എന്നോട് എപ്പോഴും പറയും വേണ്ട നിന്ന് ചെയ്യേണ്ട, അത് ഞാൻ ചെയ്തോളാം എന്ന് പറയും. പുള്ളി തന്നെ ചപ്പാത്തി പരത്തിച്ചോളൂ. ഞാൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പുള്ളി എപ്പോഴും. അപ്പോൾ എനിക്ക് ഈ മടക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ജീവിച്ചിരുന്നൊരു കാലഘട്ടമാണ് എനിക്ക് ഓർമ്മ വന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ജന്നത്തും മഗ്ഫിറത്തും നൽകി, സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും, വാപ്പാനെയും ഉമ്മാനെയും ഭർത്താക്കന്മാരെയും എല്ലാവരെയും അള്ളാഹു താല ജന്നത്തും മഗ്ഫിറത്തും നൽകി, സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകി അവരനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം പരത്തിയതിന് ശേഷം അതിൽ നന്നായിട്ട് നെയ്യ് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. എന്നിട്ട് ആ 2 സൈഡിലെ ബട്ടർ ഇങ്ങനെ മടക്കുക. അങ്ങനെ ഉണ്ടോ, ഈ ഭാഗം കൂടി മടക്കിയിട്ട് ആ ഭാഗത്തും കൂടി നമ്മൾ ബട്ടർ വരട്ടുക. ബട്ടർ നെയ്യും കൂടിയാണ് കേട്ടോ. നെയ്യ് ഇപ്പുറത്തെ പാത്രത്തിലുണ്ട്. എന്നിട്ട് ഇങ്ങനെ മടക്കി പിന്നെ ആ ബ്രഷ് കൊണ്ട് ഒന്നും കൂടെ ഉണ്ടോ ഇങ്ങനെയാക്കി ഒന്ന് പൊടിയിൽ ചെറുതായിട്ടൊന്ന് ഇതാക്കിയതിന് ശേഷം നല്ലോണം പരത്തുക കേട്ടോ. പക്ഷേ ഈ ചപ്പാത്തി ഉണ്ടല്ലോ, കറിയൊന്നുമില്ലെങ്കിലും ഈ ചപ്പാത്തി നമുക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. ഒരു കട്ടൻ ചായയും ഈ ചപ്പാത്തിയും മതി കേട്ടോ. വെച്ചുകഴിഞ്ഞാൽ കോഴിക്കോട് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം, കല്യാണം കഴിഞ്ഞ പെണ്ണിൻ്റെ വീട്ടിലാണല്ലോ ചെറുക്കൻ നിൽക്കുന്നത്. അപ്പോൾ അന്ന് വീട്ടിലുള്ള വലിയ ആൾക്കാരൊക്കെ അന്ന് പുതിയാപ്പിളയ്ക്ക് ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് ഇത്, കണ്ണ് വെച്ച പത്തിരി എന്ന് പറയും. പക്ഷെ അവരത് മൈദ കൊണ്ടാണ് കോഴിക്കോട് ഉണ്ടാക്കുക. പക്ഷെ മൈദ ആരോഗ്യത്തിനൊട്ടും നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അവർ നന്നായിട്ട് സൺഫ്ലവറൊക്കെയാണ് എടുത്ത് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഒഴിക്കരുത്, നല്ല നെയ്യും നല്ല ബട്ടറും എടുക്കുക. അപ്പം നമ്മൾക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. കണ്ടോ, ഇങ്ങനെ പരത്തി നമ്മൾ വെക്കുക കേട്ടോ. അപ്പോൾ എനിക്കിതൊരു 10-17 ചപ്പാത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിൻ്റെ ഫുൾ ഡേ മീലാണത്.
എൻ്റെ മക്കൾക്ക് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം ചപ്പാത്തിയാണ് അന്ന് ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. അവർക്ക് അത് മതി, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് മതി. പിന്നെ എനിക്കാണെങ്കിൽ ഒരു മോള് വീട്ടിൽ പോയിരിക്കുകയാണ്, വലിയ മോൻ ഹൈദരാബാദ് പോയിരിക്കുകയാണ്, ചെറിയ മോന് കോഴിക്കോട് ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവരില്ലാത്തതുകൊണ്ട് ഇതുണ്ടാക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. പക്ഷെ അവർക്കുള്ളത് ഞാൻ അവിടെ മാവ് കുഴച്ചവിടെ പരത്തി വെച്ചിട്ടുണ്ട്, അവർ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ. ചെറിയ മോനും മോൾക്കും, വലിയ മോനും ഒരാഴ്ച കഴിയും വരാൻ. അപ്പോൾ ഇതിലേക്ക് കറി ഞാൻ ഉണ്ടാക്കിയത് നല്ലൊരു എഗ്ഗ് ഗ്രീൻ ബീൻസ് കുറുമയാണ്, ബട്ടറൊക്കെ ഇട്ടിട്ടുള്ളൊരു കുറുമ. നല്ല ടേസ്റ്റിയാണ് ആ കറി. ഇതിനകത്തേക്ക് നല്ല വൈറ്റ് കളറിൽ നല്ല ഇതാണ്. എപ്പോഴും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കിച്ചണിൽ വരുമ്പോൾ ഏത് മതസ്ഥർക്കും ഒരു പ്രാർത്ഥനയുണ്ടല്ലേ, ഹിന്ദുസ് ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിംസ് ആയാലും ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് വേണം നമ്മൾ എന്ത് സാധനം ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പോൾ അതിൽ ദൈവം തമ്പുരാൻ അതിനകത്ത് ഒരുപാട് ബർക്കത്ത് തരും. എത്ര നമുക്ക് അറിവില്ലെങ്കിലും അതിൽ ഭയങ്കര റഹ്മത്തായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിന് ഭയങ്കര ടേസ്റ്റായിരിക്കും. പക്ഷെ നമ്മളുണ്ടാക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിലാണല്ലോ, നമുക്ക് ഭക്ഷണം തരുന്ന ദൈവമാണല്ലോ. ആ ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും ഒരു സന്തോഷമാണ്, സമാധാനമാണ്, നമുക്ക് ഒരു പ്രത്യേക സുഖമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ ഒരു സിംഗിൾ മദർ ആകുമ്പോൾ ആ അമ്മയ്ക്ക് എപ്പോഴും എൻ്റെ മക്കൾക്ക് എന്ത് കൊടുക്കണം. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചിട്ട് സിംഗിൾ മദർ ആകുമ്പോൾ അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടി സ്നേഹം അമ്മ കൊടുക്കുകയുള്ളൂ കുട്ടികൾക്ക്. അതുതന്നെ അവരെത്ര വലുപ്പം വെച്ചാലും അവരുടെ ചെറിയ പ്രായത്തിലായിരിക്കും അവരുടെ അച്ഛൻ മരിച്ചിട്ടുണ്ടാവുക. ഏതൊരു സിംഗിൾ മദറിനോട് ചോദിക്കുമ്പോഴോ അവിടെ അച്ഛൻ്റെ സ്നേഹം കൂടി അവിടെ നികത്തി വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ഫുഡ് എന്താണെന്നുള്ളത് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുക. എനിക്ക് കൂടുതൽ പറഞ്ഞാൽ ഭയങ്കര കരഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അവിടെ ചപ്പാത്തിയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഈ ചപ്പാത്തി ഇങ്ങനെ നല്ലോണം നമ്മൾ ചുടുന്ന സമയത്ത് ആദ്യം ഒന്ന് ബട്ടർ പുരട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ചൂടായതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ ചപ്പാത്തി ഇട്ടിട്ട് ആദ്യം ഒന്നിട്ട് ഒരു 2 മിനിറ്റ്സ്, ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു മറിച്ചിടണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളോടൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മെല്ലെ അത് നെയ്യ് ഇങ്ങനെ വെറുതെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്താൽ മതി. ഇതിനകത്ത് ഓൾറെഡി ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് ഒന്ന് ബ്രഷ് കൊണ്ട് ഒന്ന് ഇങ്ങനെ കൊടുക്കുക. നോക്കിക്കോളൂ, നന്നായിട്ടത് മുരിഞ്ഞ് വരും കേട്ടോ. മുരിഞ്ഞ് നല്ല ഇതാണത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിനകത്തേക്ക് അധികം കട്ടൻ ചായ എടുത്തിട്ടാണ് ഞാൻ കുടിക്കാറുട്ടോ. മധുരമില്ലാത്ത കട്ടൻ ചായ. പക്ഷെ ഇന്ന് മധുരമില്ലാത്ത കട്ടൻ ചായ എടുക്കുന്നില്ല. ഇന്ന് ഞാൻ നല്ല കറി വെച്ചിട്ടുണ്ട്, നല്ല ബട്ടർ ഒക്കെ ഇട്ടിട്ടുള്ള എഗ്ഗ്. അപ്പോൾ ആ കറി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊന്തി വരും നന്നായിട്ട് ഇങ്ങനെ കേട്ടോ. കണ്ടോ പൊങ്ങി വരുന്നത് കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ഒന്ന് മെല്ലെ തട്ടി പൊള്ളിയിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ ഇടയിലൂടെ ഓടിപ്പോയി ഇങ്ങനെ തേനൊക്കെ പുരട്ടി വെച്ചതുകൊണ്ട് ഇത് കുഴപ്പമില്ല. അങ്ങനെ ഇത് കണ്ട നമ്മൾ നിന്ന് ചട്ടകം കൊണ്ട് ഇങ്ങനെ മെല്ലെ കണ്ട നന്നായിട്ട്. ഇത് ശരിക്കൊരു പൊറോട്ട പോലെ ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ആലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ ഉരുളക്കിഴങ്ങിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്നിങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമാകും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അവർക്കൊരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കറി ഉണ്ടാക്കി അന്ന് ഫുൾ ഡേ അവർക്കത് ഇഷ്ടം. അതന്നെ എല്ലാ കുട്ടികൾക്കും ചപ്പാത്തി ഓൾറെഡി ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇതൊരു പൊറോട്ട പോലെയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി ഒരു പാത്രത്തിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പൊറോട്ടൻ്റെ പോലത്തെ ലെയർ ഉണ്ട്. അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ മൈദയല്ല ഗോതമ്പ് പൊടിയല്ലേ. ഈ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ചൂടൊക്കെ ആകുമ്പോൾ അവർക്ക് നല്ല വിശപ്പാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അരിഞ്ഞ് മേശപ്പുറത്ത് വെച്ച് കൊടുക്കുക, ജ്യൂസ് അടിച്ച് കൊടുക്കുക. അത് ജ്യൂസിനകത്ത് നമ്മൾ ഫ്രക്ടോസ് കൂടുതലാണ്, അപ്പം നമുക്ക് ഷുഗറൊക്കെ വരും. അപ്പോൾ അതിന് നല്ലത് എന്താണ്, തടി കൂടും. അപ്പോൾ അതിൽ നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് വെക്കുക കേട്ടോ. മേശപ്പുറത്ത് നല്ല ഫ്രൂട്ട്സ് കഷ്ണങ്ങളാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ചപ്പാത്തി കറിയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാവും. ഓക്കെ, ബൈ, താങ്ക് യു.